ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എനിക്കറിയാം കുറച്ച് ലാഗ് ഇട്ടിട്ടാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ വീണ്ടും തിരിച്ച് ബാംഗ്ലൂർ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു 5 days ആയി തോന്നുന്നു. ഇനിയും നാളെ ഞാൻ തിരിച്ചു പോകും, തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോകും. ഇന്ന് പ്രത്യേകിച്ച് പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഓഫീസിൽ പോയിട്ടില്ല. ഇന്ന് കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്യാനുണ്ട്, യൂട്യൂബിലേക്ക് കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്യാനുണ്ട്, പിന്നെ കുറച്ച് റീൽസ് ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പൊ എന്തുമായാലും ഇന്നത് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു നിർബന്ധത്തിലാണ് ഇന്ന് ഓഫീസ് എന്നുള്ള ഒരു സാധനം സാക്രിഫൈസ് ചെയ്തിട്ട് ഇപ്പം പിടിയിരിക്കുന്നത്. പിന്നെ പുറത്ത് വരെ ഒന്ന് പോകണം, കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട്, അത് വാങ്ങിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. സോ ലെറ്റ്സ് ഗോ. ഇന്ന് ആക്ച്വലി മഴയ്ക്കുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. 2 ദിവസം നല്ല മഴയായിരുന്നു. മിനിഞ്ഞാന്നാണെന്ന് മഴ മാറിയത്. മഴയാണെന്നുണ്ടെങ്കിൽ നല്ല കട്ട പോസ്റ്റ് ആയിരിക്കും, ഒരുമാതിരി അവിഞ്ഞ മൂഡായിരിക്കും നമുക്ക് അന്നത്തെ ദിവസം. ഞാൻ ഈ സാധനം കൊണ്ട് നടക്കുന്ന നാട്ടുകാരെല്ലാം നോക്കുന്നു. ഞാൻ എന്തായാലും പോയി കുറച്ച് സാധനം വാങ്ങിക്കേണ്ട, അത് വാങ്ങിച്ചിട്ട് വരാം. വെൽക്കം ബാക്ക്. നമ്മളങ്ങനെ തിരിച്ച് വന്നിരിക്കുകയാണ്. ഇനിയും ഒന്ന് റെഡി ആവണം എന്ന് ഉദ്ദേശിച്ചത് കുറച്ച് പണിയുണ്ട്, അതൊന്ന് തീർത്തിട്ട് വീഡിയോ എടുക്കണം. ക്യാമറ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ സെറ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കാം. കുറഞ്ഞത് എത്ര റീൽ എടുക്കണം എന്ന് ഞാൻ നോക്കട്ടെ. എനിക്ക് വർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് 1 2 3 4 5 6 7 8 9 10 11 വീഡിയോ എടുക്കാണ്ട്. അതിനകത്തൊരു 4 എണ്ണമെങ്കിലും ഇന്ന് എടുക്കണം. 4 അല്ല, ഒരു 6 7 എണ്ണമെങ്കിലും എടുക്കണം. ബാക്കി നാളെ മറ്റന്നാളെ വീട്ടിൽ ചെന്നിട്ട് എടുക്കണം. ഞാനപ്പോൾ എന്തെങ്കിലും കുറച്ച് പണിയുണ്ട്, അത് തീർത്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. സോ അങ്ങനെ പരിപാടി കുറച്ചുണ്ടായിരുന്നു, അതെല്ലാം തീർത്തു. ഇനിയും വീഡിയോ എടുക്കണം. ബാറ്ററി ചാർജ് ആയി. എന്റെ ക്യാമറയുടെ ഒരു സീൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ബൾജ് ആയി തുടങ്ങിയിട്ടുണ്ട് ഈ ബാറ്ററി. ഞാൻ ഡിജിറ്റക്കിൽ ഒരു 4-5 കംപ്ലൈന്റോളം മെയിൽ ചെയ്തു, പക്ഷെ നോ റെസ്പോൺസ് ഫ്രം ദം. ഇത് മെയിൻ ഇഷ്യൂ വരുന്നത് ഇതിനകത്തൊന്ന് കേട്ടി ഇടുമ്പോൾ പ്രശ്നമില്ല, പക്ഷെ ഊരി എടുക്കാൻ ഇത് ഇറങ്ങി വരത്തില്ല. ഞാൻ പിന്നെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് ഇറക്കുന്നത്. അതിനെയും വേറെ എന്തെങ്കിലും പ്രശ്നമാക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതല്ലാതെ വേറെ വഴിയില്ല. ചാർജ് ചെയ്യാനായിട്ട് വൺസ് ഇതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറങ്ങി വരത്തില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ എന്തായാലും ലൊക്കേഷൻ ഒന്ന് സെറ്റ് ചെയ്യണം. ലിങ്ക്ഡിനിൽ കുറച്ച് മെസ്സേജ് അയക്കണമായിരുന്നു, അത് ചെയ്തു. പിന്നെ കാർഡിനകത്ത് കുറെ പഴയ ഫയൽസ് കിടപ്പുണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് കളയണമായിരുന്നു, അത് ചെയ്തു. പിന്നെ ഡോക്യുമെന്റ്സ് അയക്കാനുണ്ടായിരുന്നു, കുറച്ച് ലീഡ്സും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. ദാറ്റ്സ് ദ അപ്ഡേറ്റ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു നമ്മളോട് ഒരു സ്റ്റഡി അബ്രോഡ് ഏജൻസി സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഓൾറെഡി നാട്ടിൽ തന്നെ പത്തനംതിട്ടയിലുണ്ട്. അതിന്റെ കുറച്ച് വീഡിയോസ് ആണ് ഇത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ എന്റെ വീഡിയോസ് എടുക്കണം, ആ വീഡിയോ എടുക്കണം, എന്റെ വീഡിയോ എടുക്കണം. ഇതെല്ലാം എടുക്കാൻ വലിയ പ്രശ്നം വരത്തില്ല, ചാർജ് ചെയ്ത് എടുത്താൽ മതി. പക്ഷെ ഇത് എഡിറ്റ് ചെയ്ത് തീർക്കുന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പൊ എന്തായാലും ക്യാമറ സെറ്റ് ചെയ്യട്ടെ. ക്യാമറ സെറ്റ് ചെയ്ത് നിന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇന്നലെ ഞാൻ ആക്ച്വലി ഇൻസ്റ്റാഗ്രാമില് ഒരു Q&A പോലെ സംഭവം ചെയ്തായിരുന്നു. ഒത്തിരി സൂപ്പർ നൈസ് ക്വസ്റ്റ്യൻസ് വന്നു. അത്യാവശ്യം പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ചുമ്മാ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഞാൻ എന്റെ പണി തീർക്കട്ടെ, എന്നിട്ട് കാണാം. ഓക്കെ, ഇത് കണ്ടോ, ഇത് ഇപ്പൊ ഇടുമ്പോ തന്നെ നല്ല ടൈറ്റാ. അത് അങ്ങനെ അല്ലായിരുന്നു ശരിക്കും. ഇത് കേറ്റിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ലോക്ക് കണ്ടോ, ജസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ വരണ്ടേ. പക്ഷെ അത് അങ്ങനല്ല. ഇപ്പൊ ഈ ലോക്ക് ഊരി കഴിഞ്ഞിട്ട് കാര്യം ഞാൻ ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ചിട്ടാണ് ഈ സാധനം പുറത്തിറക്കുന്നത്. അങ്ങനെ കുറച്ച് പരിപാടികൾ ചെയ്തെങ്കിൽ മാത്രമേ ഇതിനകത്തുനിന്ന് ക്യാമറയുടെ ബാറ്ററി ഊരി എടുക്കാനായിട്ട് പറ്റൂ. സംഭവം റെഡിയായി. യെസ്, കാർഡ് ഇട്ടിട്ടില്ല. കാർഡ് ജസ്റ്റ് കാർഡ്. കത്തി. യെസ്, ദിസ് ഈസ് മൈ ട്രൈപോഡ്. ഞാൻ ഓൾറെഡി ഇത് നൂത്ത് വെച്ചേക്കുക. ഇതും ഡിജിടെക്കിന്റെ തന്നെയാണ്. ഇതിന്റെ ഇടയിൽ ഒരു ഹോൾഡർ ഉണ്ട്. ആ ഹോൾഡർ വെച്ചെങ്കിൽ ഇതിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ദിസ് ഈസ് ദ ഹോൾഡർ. ഇതിങ്ങനെ ഇതിനകത്ത് വെച്ചിട്ട് കറക്കി ടൈറ്റ് ആവുന്നില്ലല്ലോ. ഞാൻ ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇത് ഓഫ് ആയിപ്പോയി. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചേ. ഞാൻ അത് കഴിഞ്ഞിട്ട് വീണ്ടും റെക്കോർഡ് ചെയ്ത് പിന്നെ ഓഫ് ആയിപ്പോയി. പിന്നെ നോക്കിയപ്പോൾ അതിനകത്ത് സ്റ്റോറേജ് ഇല്ല, അത് കാണിച്ചു. ഇന്നലെ ഞാൻ കുറച്ച് ഫയലിനകത്ത് കയറി അങ്ങനെ മൊത്തം നിറഞ്ഞു. ഇപ്പൊ റെഡിയാക്കി. ആൻഡ് ഇതിന്റെ ഇടയ്ക്ക് ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞത് പോയി. ഞാൻ ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു സെറ്റപ്പ് ഞാൻ എടുത്തു. ഇത് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് ഞാൻ കാണിക്കാം നിങ്ങളെ. ഇപ്പൊ ഞാൻ അവിടെയാണ് ക്യാമറ വെക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്നെ കാണാമോ? കണ്ടോ കാണാമല്ലോ ഇല്ലേ? സോ ഇങ്ങനെയാണ് ഞാൻ ഇപ്പോഴത്തെ ഒരു സെറ്റപ്പിൽ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് ഇല്ലാത്തത് കൊണ്ട് അത്യാവശ്യം ലൈറ്റിന് ഇഷ്യൂ ഉണ്ട്. ചെറിയ ഗ്രെയിൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ISO കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് റെഡി ആക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഓൾമോസ്റ്റ് ഞാൻ റെഡി ആക്കി. ഇനിയിപ്പം ഡ്രസ്സ് മാറി ഷൂട്ട് പരിപാടികൾ തുടങ്ങാം. ഒറ്റയ്ക്കാണ്ട് കുറച്ച് ടാസ്ക് ഉണ്ട് വീഡിയോ എടുക്കാനായിട്ട്, പക്ഷെ എടുത്തല്ലേ പറ്റൂ. സോ എടുക്കട്ടെ.
ഓൾമോസ്റ്റ് നമ്മൾ റെഡി ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ വീഡിയോ എടുക്കാം. സ്ക്രിപ്റ്റിനകത്ത് ചെറിയ ചേഞ്ച് വരുത്താണ്ട് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇതാ ഞാൻ പറഞ്ഞു, ഒറ്റയ്ക്കാണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് പറ്റും. ഇനിയിപ്പോൾ എന്തൊക്കെയാണോ, മൈക്ക് ഉണ്ടോ, ഇപ്പോഴാണ് ഓർത്ത് മൈക്ക് സെറ്റ് ചെയ്യണം. യെസ്, അങ്ങനെ കുറെ പരിപാടികളുണ്ട്. അത് സെറ്റ് ചെയ്തിട്ട് സ്ക്രിപ്റ്റിനകത്ത് കുറച്ച് ചേഞ്ച് വരുത്താണ്ട് അതുകൂടെ സെറ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കാം. ഗൈസ്, ഞാനിങ്ങനെ സ്ക്രിപ്റ്റും കാര്യങ്ങളെല്ലാം റെഡിയാക്കി. ഇനിയിപ്പോൾ റെക്കോർഡ് ചെയ്ത് തുടങ്ങട്ടെ. ഞാൻ എന്തായാലും കുറച്ച് പോർഷൻ നിങ്ങളെ കാണിക്കാം, വീഡിയോക്ക് അത് ആഡ് ചെയ്യാൻ വേണ്ടി മാത്രം. അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, നിങ്ങൾ ബാക്കിൽ കിടക്കുന്ന തുണിയൊന്നും ശ്രദ്ധിക്കേണ്ട, അതൊന്നും ക്യാമറയ്ക്കകത്ത് കിട്ടത്തില്ല. ഓക്കെ, ജസ്റ്റ് ഈ ഒരു കർട്ടണും അതൊക്കെ മാത്രമേ കിട്ടൂ. ഞാൻ എന്തായാലും റെക്കോർഡ് ചെയ്യട്ടെ. ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സെറ്റപ്പ് ഞാൻ ഇതിനകത്ത് എന്റെ ഡയറിക്കകത്ത് ഞാനിങ്ങനെ വേണ്ട ഡീറ്റെയിൽസ് എഴുതി വെക്കും. പിന്നെ ഞാൻ സ്ക്രിപ്റ്റ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടേക്കും. ആൻഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് നോക്കി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് അതങ്ങ് പ്രസന്റ് ചെയ്യും. സ്ക്രിപ്റ്റിലുള്ളതുപോലെ ഞാൻ പറയാറില്ല. എന്താണോ എനിക്ക് വേണ്ടത് ഞാൻ അതവിടെ സ്ക്രിപ്റ്റിൽ നോട്ട് ചെയ്തെടുത്തതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അതിനകത്തോട്ട് നോക്കി അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് വീണ്ടും ക്യാമറയിൽ നോക്കി പറയും. ദാറ്റ്സ് ഇറ്റ്. ഞാൻ എന്തായാലും ബാക്കി എടുക്കട്ടെ. ഒരു 4-5 വീഡിയോസോളം എടുക്കാണ്ട്. അതൊക്കെ എടുത്തിട്ട് ഇനിയും കാണാം. ബൈ 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 ബൈ. യോ ബോയ്സ്, സോ നമ്മുടെ ഷൂട്ട് കംപ്ലീറ്റ് ആയില്ല. പക്ഷെ ഞാൻ നിർത്തി. കുറെ നാൾക്ക് ശേഷം ഇങ്ങനെ ക്യാമറ നോക്കിയിരുന്നിട്ട് ഒരുമാതിരി എന്തോ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് അത്ര കംഫർട്ട് ആകുന്നില്ല. അതിന് പുതിയ ലൊക്കേഷൻ ആയതുകൊണ്ടാണോ എന്തൊക്കെയോ ഇഷ്യൂ. ഞാൻ എന്തായാലും 3 വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തു. പക്ഷെ എനിക്ക് എന്റെ ഇൻസ്റ്റഗ്രാമിൽ ഇടാൻ ഉള്ള വീഡിയോസ് ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് ഒരു വിഷമം. അല്ലാതെ ഞാൻ പറഞ്ഞ പോലെ ഏജൻസിക്ക് വേണ്ടിയിട്ടുള്ളത്, സോ ഞാൻ പറഞ്ഞതല്ല, ഏജൻസിക്ക് വേണ്ടിയിട്ടുള്ളത് ഷൂട്ട് ചെയ്തു. അതും കംപ്ലീറ്റ് ആയിട്ടില്ല. അത് ഞാൻ അല്ലെങ്കിൽ ഇനിയിപ്പോ നാളെ പോയിട്ട് നാളെ വീട്ടിൽ പോകല്ലേ, ഇപ്പം മറ്റന്നാളെ വല്ലതും ഷൂട്ട് ചെയ്യാമെന്നാണ് ഇതുവരെയുള്ള പ്ലാന്. 1:30 ഫുഡ് കഴിക്കാൻ പോകണം. ദാറ്റ്സ് ഇറ്റ്. ഞാൻ ഒന്ന് റെഡി ആയിട്ട് പുറത്തോട്ടിറങ്ങട്ടെ. ഓക്കെ, പുറത്ത് പോയില്ല. എനിക്ക് കുറച്ച് വർക്ക് കൂടെ തീർക്കണ്ടായിരുന്നു. ഞാൻ ടാബ് ക്ലോസ് ചെയ്തില്ല. കറക്റ്റ് ഞാൻ എപ്പോഴാണ് ഓർത്തെ. എല്ലാം ഇങ്ങനെ ഇപ്പൊ ഈ ഇടയ്ക്ക് ഓരോന്നോരോന്ന് മിസ്സിങ്. അപ്പം അതൊന്ന് തീർത്തിട്ട് ഒരു അരമണിക്കൂർ, ഇപ്പൊ സമയം 1:30 കഴിഞ്ഞു. അപ്പം ഒരു അരമണിക്കൂറത്തെ പരിപാടികളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പുറത്ത് പോകാം എന്നാണ് പ്ലാൻ. ഓക്കെ, ഞാനപ്പോൾ എന്തായാലും ഇതൊന്ന് തീർക്കട്ടെ. നമ്മൾ കഴിക്കാനായിട്ട് പോവുകയാണ്. എന്ത് കഴിക്കും? പോയി നോക്കാം. ഗൈസ്, എനിക്കൊരു കോള് വന്നു. ഞാനങ്ങനെ നടന്ന് 1 കിലോമീറ്റർ എങ്ങോട്ടോ നടന്ന് ഇപ്പോൾ തിരിച്ച് ലൊക്കേഷൻ ഇട്ടിട്ട് KFCയിലോട്ട് പോവാണ്. അപ്പോൾ ഏതായാലും ചെന്നിട്ട് കാണാം. ഒരു KFC ആണ് ലൊക്കേഷൻ വെച്ച് വന്നത്. പക്ഷേ ഇവിടെ ഒത്തിരി കടയുണ്ട്. ഞാൻ നോക്കട്ടെ എന്ത് കഴിക്കണമെന്ന്. ഭയങ്കര ട്രാഫിക് ഇവിടെ. ബോയ്സ്, ആൻഡ് നമ്മളിവിടെ ബർഗർ കിങ്ങിലാണ് വന്നേക്കുന്നത്. ബോൺലെസ് വിങ്സ്, ചിക്കൻ വിങ്സ് ഓർഡർ ചെയ്തു. ആൻഡ് വെയിറ്റിംഗ്. Guys, we got it. ഇത് ഓക്കെ, ഹോസ്പിറ്റാലിറ്റി ബർഗർ കിങ്ങാ. ഇത് ഞാൻ കഴിക്കട്ടെ. ബോയ്സ്, ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് വീഡിയോ എടുത്തില്ല. കാരണം ഇപ്പം എൻ്റെ ഫോണിൽ 3% ചാർജ് മാത്രമേ ഉള്ളൂ. സോ പേയ്മെൻറ്റ് കൊടുക്കാൻ നേരം ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പഠിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ തിരിച്ച് വന്നു. ആൻഡ് ഇനിയും കുറച്ച് ഏറെ പരിപാടികളുണ്ട്, കുറച്ച് പണിയൊക്കെ ഉണ്ട്. അതൊക്കെ തീർക്കണം. അതെല്ലാം തീർത്തിട്ട് ചിലപ്പോൾ പറ്റുമെങ്കിൽ നോക്കി തീർക്കണം. അതൊക്കെയാണ്. സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ ഡേ. നെക്സ്റ്റ് നാളെ കാണാം. ടാറ്റ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടാറ്റ ബൈ ബൈ.